Hello everyone. കഴിഞ്ഞ സെക്ഷനിൽ ഇ-ലേണിംഗിന്റെ ഒരുപാട് കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ്, പുതിയൊരു മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ് ഡാറ്റ അനാലിസിസ്. എന്താണ് ഡാറ്റ, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് എന്താണ്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് ആണ് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, കൺസെപ്റ്റ് ഓഫ് ഡാറ്റ അനാലിസിസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി, സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്, ബിഗ് ഡാറ്റ അനാലിസിസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജന്റ് ഏജൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് ഡാറ്റ, അതുപോലെ തന്നെ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് കമ്പ്യൂട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മൾ ഫെമിലിയർ ആണ് അല്ലേ, കമ്പ്യൂട്ടർ എന്താണെന്നും കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ്സ് ഡാറ്റ ഫ്രം ദി യൂസർ, പ്രോസസ്സസ് ഇറ്റ്, പ്രൊഡ്യൂസസ് റിസൾട്ട്സ്, ഡിസ്പ്ലേസ് ദം ടു ദി യൂസേഴ്സ് ആൻഡ് സ്റ്റോർസ് ദി റിസൾട്ട്സ് ഫോർ ഫ്യൂച്ചർ യൂസേജ്. അതിൽ എന്താണോ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യും കമ്പ്യൂട്ടർ. ദെൻ അതെന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് എന്താണോ പ്രോസസ്സിങ്, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ നമ്മളത് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്, ആ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യണ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കമ്പ്യൂട്ടർ ഇസ് എ മെഷീൻ ഓർ ഡിവൈസ് ദാറ്റ് പെർഫോംസ് പ്രോസസ്സസ്, കാൽക്കുലേഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ instructions provided by a software or hardware program. It has the ability to accept data, process it and then produce outputs. മെയിൻ ആയിട്ട് വരുന്നത് ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്. ഈ ഒരു 3 ഫംഗ്ഷൻ ആണ് കാര്യമായിട്ടും കമ്പ്യൂട്ടർ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പ്രോഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്താണോ ഓരോ ഇൻഡിവിജ്വൽസും കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അതായത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, അത് പ്രോസസ്സ് ചെയ്തിട്ട് ഏത് കോംപ്ലെക്സ് കാൽക്കുലേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കോംപ്ലെക്സ് വർക്ക് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന് അത് പ്രോസസ്സ് ചെയ്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് കമ്പ്യൂട്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം കമ്പ്യൂട്ടർ എന്താണെന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനോണ്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളതും അറിയാം. നമുക്ക് എന്തൊക്കെയാണ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്ന പോലെയല്ല, എന്ത് ഓപ്പറേഷൻസ് ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ കോംപ്ലെക്സ് കാൽക്കുലേഷൻസ് ആണെങ്കിൽ പോലും അത്രയും സ്പീഡായിട്ടാണ് നമുക്ക് വെരി ഫാസ്റ്റ് ആയിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് റിസൾട്ട് എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് ആ ഒരു ഫാസ്റ്റായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് പറയുന്നത് ആക്യുറസി. ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും, നമ്മൾ എൻ്റർ ചെയ്യുന്നത് കറക്റ്റ് വേലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം എന്താണ് അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിസൾട്ടും ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ എൻ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കണം. അത് റോങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിസൾട്ടും എന്തുതന്നെയായിരിക്കും, റോങ് ആയിട്ട് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ത് വരുന്നത്, മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്ക് ഹ്യൂമൻ ബീയിങ്സ് വരുത്തുന്നതാണല്ലോ. അല്ലാണ്ട് കറക്റ്റ് വേയിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഓർ പ്രോഗ്രാംസ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ദ റിസൾട്ട് ഓൾസോ എങ്ങനെ തന്നെയായിരിക്കും, ആക്യുറേറ്റ് ആയിട്ടായിരിക്കും കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. കമ്പയറിങ് ടു ഹ്യൂമൻ ബീയിങ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. അതോ ലോങ് ടൈമിൽ അല്ലെ,
എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ടൈമിൽ നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത്രയും കാലം അല്ലെങ്കിൽ അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി എന്തിനുണ്ട്, ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെയും പറയുന്നത് TB, GB, MB ആ ഒരു മെഷർ ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. അത് കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് ഈ ഇതിലാണ്. KB, MB, TB, GB ഇതിലൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വേഴ്സറ്റിലിറ്റി. ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്ക്, അതായത് പല പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അറ്റ് സെയിം ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടേഴ്സിന് പല തരത്തിലുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻസ്. നമ്മൾ സ്റ്റാർട്ടും കൊടുക്കുക, അതുപോലെ തന്നെ എപ്പോഴാണോ നമുക്കത് എൻഡ് ചെയ്യേണ്ടത് അത് എന്താണ് നമ്മളാണ് ചെയ്യുന്നത്. അല്ലാണ്ടുള്ള വർക്കൊക്കെയും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പം നമ്മൾ ഇൻപുട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അലോ ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴാണോ പ്രോഗ്രാം എൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലുള്ളതൊക്കെയും എന്താണ് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിലിജൻസ്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനാണെങ്കിൽ ഒരു വർക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും, ടയർഡ്നെസ് അല്ലെങ്കിൽ ബോർ അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യില്ല, ഒരു വർക്ക് തന്നെ എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യും. അത് ഒരു ടയർഡ്നെസ്സോ അല്ലെങ്കിൽ ബോർഡമോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥയോ ഇപ്പോൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവുന്നില്ല, കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ വർക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടയേർഡ് ആവും, അല്ലെങ്കിൽ കോൺസെൻട്രേഷനൊക്കെ ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺസെൻട്രേഷനൊക്കെയും ലാക്ക് ആവാനൊക്കെയും ചാൻസ് ഉണ്ട്. പക്ഷെ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്താണോ വർക്ക് അത് പ്രോപ്പറായിട്ട് കറക്റ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. നെക്സ്റ്റ് കോംപ്ലക്സിറ്റി. നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് അത്രയും ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒക്കെയും എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ ചെയ്യും. അപ്പോൾ കോംപ്ലക്സിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാനുവലി ചെയ്യുന്ന വർക്ക്, ഇത് ഹ്യൂമൻ ബീയിങ്സിന് ചെയ്യാൻ പറ്റാത്തത് പോലും, ഇപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള വർക്ക് പോലും എന്ത് ചെയ്യും, ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതാണ് കോംപ്ലക്സിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴാണോ റിസൾട്ട് വേണ്ടത് അപ്പം എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും. അതായത് റിസൾട്ട് ഇപ്പോൾ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്തു, ഒരു ഡാറ്റ എൻട്രി ചെയ്തു, അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും, ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് റിസൾട്ട് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണോ ആ ഒരു പ്രോഗ്രാമിന് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അത് എല്ലാ ടൈമിലും സെയിം ആയിരിക്കും. അപ്പം ഇത്രയാണ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇനി ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, ആക്യുറസി, ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, വേഴ്സറ്റിലിറ്റി, ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ, ഡിലിജൻസ്, കോംപ്ലക്സിറ്റി ആൻഡ് റിലയബിലിറ്റി. ഡാറ്റ അനാലിസിസ് ആൻഡ് ബിസിനസ് ഡാറ്റ അനാലിസിസ്. എന്താണ് ഡാറ്റ അനാലിസിസും എന്താണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേറ്റ് എന്താണ് ഡാറ്റ എന്നുള്ളത് നമുക്ക് നോക്കാം. Data is the raw facts which does not carry any specific meaning. ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റ ഇൻപുട്ട് ചെയ്താലാണ് അത് പ്രോസസ്സ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഫാക്ട്സ് ആണ്. ഇതിന് കറക്റ്റ് എന്തില്ല, മീനിങ് ഇല്ല. ഇത് അൺപ്രോസസ്ഡ് ഫാക്ട്സ് ആണ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള അത് പ്രോസസ്സ് ചെയ്യാത്ത ഫാക്ട്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഇതിന് കറക്റ്റ് എന്തില്ല, ഒരു മീനിങ് ഒന്നുമില്ല. അതിനെയാണ് ഡാറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഫാക്ച്വൽ ഇൻഫർമേഷൻ യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ റീസണിങ്, ഡിസ്കഷൻ ഓർ കാൽക്കുലേഷൻസ്. നമ്മൾ അതിന് കറക്റ്റ് മീനിങ് ഇല്ല, അത് പ്രോസസ്സ് ചെയ്തിട്ടുമില്ല. പ്രോസസ്സിംഗ് ഒക്കെ എന്താണ്, പിന്നീടാണ്. അങ്ങനത്തെ റോ ഫാക്ട്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഫോർമേഷൻ. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് മീനിങ് ഒന്നുമില്ല, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺക്ലൂഷൻസ് ഒന്നും നമുക്ക് പിന്നീട് എന്ത് ചെയ്യണം, അതിന് കാൽക്കുലേഷൻസും അതുപോലെ പ്രോസസ്സിങ്ങോ നടത്തിയാലേ എന്ത് ഉണ്ടാവുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് റോ ഫാക്ട്സ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ. ഇനി ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രോസസ്ഡ് ഡാറ്റ. വെൻ ഡാറ്റ ഈസ് പ്രോസസ്ഡ് ഇറ്റ് ബിക്കംസ് ഇൻഫോർമേഷൻ. ഇപ്പം ആ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് കറക്റ്റ് മീനിങ് ഉണ്ട്. പക്ഷെ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് മീനിങ് ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, അത് മീനിങ് ഫുൾ ആവുള്ളൂ. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ നിന്നൊരു മീനിങ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫോർമേഷൻ ഈസ് ദി ഓർഗനൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ വിച്ച് ഈസ് മീനിങ് ഫുൾ. ഇനി ഏതൊക്കെയാണ് ഫോംസ് ഓഫ് ഡാറ്റ എന്ന് നോക്കാം. ഡാറ്റ എത്ര ടൈപ്സ് ഉണ്ട് നോക്കാം. മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണ് ഡാറ്റ ഉള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും സെക്കൻഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ again classified into 2, categorical data and continuous data. ഫോംസ് ഓഫ് ഡാറ്റ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, സെക്കൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇത് രണ്ടും കൂടി നമുക്ക് കമ്പയർ ചെയ്തിട്ട് രണ്ടിൻ്റെയും മീനിങ് പറയാം. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ള മീനിങ് തന്നെ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് മെഷറബിൾ. നമ്മൾ എന്ത് ചെയ്യാണ്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ വൈസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാരക്ടർ അതേപോലെ തന്നെ അവരുടെ എന്തെങ്കിലും ഫീച്ചേഴ്സ് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഒരിക്കലും മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ്. ഇപ്പോൾ നമ്മളൊരു പേഴ്സണെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ലെങ്ത്, വെയിറ്റ് ഇതൊക്കെ നമുക്ക് നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ അവരുടെ ക്യാരക്ടർ അതൊക്കെ നമുക്ക് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഡാറ്റേനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റേൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറിക്കൽ ഡാറ്റ ആൻഡ് സെക്കൻഡ് വൺ കണ്ടിന്യൂസ് ഡാറ്റ. കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ നമുക്ക് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവൽ അങ്ങനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും, സെപ്പറേറ്റ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരം ഡാറ്റേനെയാണ് കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നത് കണ്ടിന്യൂസ് ഡാറ്റ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മെഷർ എടുക്കും. ഇപ്പോൾ വെയിറ്റ് ഒരു വ്യക്തിൻ്റെ വെയിറ്റ് നോക്കാണ്ട് കരുതുക. വെയിറ്റ് സ്റ്റാർട്ട് നമ്മൾ ഒരു 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക. നേരിട്ട് 50 ആവില്ല, നമ്മൾ 0, 1, 2, 3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യുള്ളൂ, ലാസ്റ്റ് ആ 50 എത്തുള്ളൂ അല്ലെ. അതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ലാസ്റ്റ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് 2 ക്ലാസിഫിക്കേഷനാണ് ഡാറ്റ ഉള്ളത്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും.